ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തൊട്ട് എൻ്റെ മാരത്തോൺ ട്രെയിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊക്കെ എൻ്റെ ഷൂസ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആസിസിൻ്റെ ജെൽ നിംബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. 3 വർഷം പഴയ മോഡലാണ്. പുറത്ത് നല്ല തണുപ്പായ കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ട്രെഡ്മില്ലാണ്. ട്രെഡ്മില്ലിൽ എനിക്ക് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഈസി ആയിട്ട് ഓടാൻ പറ്റി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാലത്താകെ വേദനിക്കുന്നുണ്ട്. 27 മിനിറ്റ് 29 സെക്കൻഡ്. ഫസ്റ്റ് ദിവസം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ടൈമിങ്ങിൽ ഞാൻ ഓടി. ഞാനിപ്പോൾ മസാജ് ചെയറിൽ വന്നിരിക്കുക. എന്താ പറയുക, കാലൊക്കെ നല്ല സ്റ്റിഫായിട്ടുണ്ട്. സ്റ്റിഫല്ല, എന്തോ പോലെ കാല് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൂടി ഓടി കറക്റ്റ് 1 മണിക്കൂർ ആക്കിയേനെ. ആദ്യമായിട്ട് ഞാൻ പുറത്ത് ഓടാൻ പോവാം. ഞാൻ ഇപ്പോൾ ട്രെഡ്മില്ലാണ് ഓടിയോണ്ട് ഇത്ര ദിവസം. ഒന്ന് പുറത്ത് ഓടി നോക്കാം. അന്ന് അറൗണ്ട് -1 ഡിഗ്രിയാണ് പുറത്ത്. വലിയ തണുപ്പില്ല. ഞാൻ ചെറിയൊരു ജാക്കറ്റും ഇട്ടിട്ട് ഓടി നോക്കാം. മുടി ചെറുതായിട്ടൊക്കെ വളർന്നു തുടങ്ങി. ഓൾമോസ്റ്റ് 1.5 കിലോമീറ്ററായി. എനിക്ക് ട്രെഡ്മില്ലിൽ ഓടണ പോലെ ഇല്ല കേട്ടോ. വയറ് കൊളുത്തി പിടിക്കലും കാലുവേനൊക്കെ കൂടുതല. ചെവിടില്ലേ ഭയങ്കരമാണ്. ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ കാറ്റടിച്ചിട്ട് അതും തണുത്ത കാറ്റ. കയ്യില്ലേ ഓൾമോസ്റ്റ് നമ്പായി. ഈ -1 ഓടുമ്പോൾ ഒരു ഗ്ലൗസ് വാങ്ങിക്കണേ. അമ്മേ, എൻ്റെ 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ തന്നേരം അടിയിലായിരുന്നു കൊളുത്തി പിടിച്ചോടന്നേ. ഇവിടെ കൊളുത്തി പിടിച്ച് എനിക്ക് ഭയങ്കര ഞാൻ കാരണം റണ്ണ് പോസ് ചെയ്തു ഗൈസ്. തണുപ്പത്തിൻ്റെ എന്ന് തോന്നുന്നു. 3.3 കിലോമീറ്റർ ഓടി. ഇനി വീട്ടിലേക്ക് ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ബാക്കിയുണ്ട്. വീട്ടിലെത്തുമ്പോൾ 5 കിലോമീറ്റർ. പക്ഷേ ഇനി ഓടണ്ടേ. വീട്ടിലെത്തി ഗൈസ്, വീട്ടിലെത്തി. ഞാനിപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. ടോട്ടൽ 5.3 കിലോമീറ്റർ ആയിരുന്നു. അതിൽ ഞാൻ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. പക്ഷേ സക്സസ്ഫുൾ അല്ലായിരുന്നു കേട്ടോ. ഞാൻ പട്ടിയായി, കതച്ച് പട്ടിയായി, വയ്യാണ്ടായി. ഞാൻ ഇനി റെഗുലറായിട്ട് എന്നൊരു 2 കിലോമീറ്റർ വെച്ച് ഓടാൻ തന്നെ ചെയ്യും. സ്ട്രീറ്റിൽ തന്നെ ഓടും. കാരണം ട്രെഡ്മില്ലിൽ ഓടിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുറത്തോടാൻ പോയി എൻ്റെ പനി ചെറിയ രീതിയിൽ പനിയുണ്ട്. എന്താ പറയുക, ചെറുതായിട്ട് എന്താ പറയുക, കഫം കിട്ടിയിരിക്കലും പനി പിടിച്ച പോലെയൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം കോസ്കോ ഇപ്പോൾ ഇത് വാങ്ങിച്ചാണ്. എന്താ പറയുക, ടർമറിക് ആൻഡ് ജിഞ്ചർ ഷോട്ട്. അതേപോലെ 12 കുപ്പികൾ വരുന്നുണ്ട്. ഞാൻ 2 ദിവസത്തിൽ 1 പ്രാവശ്യം കുടിക്കുന്നത്. അത് ഒന്നുമില്ല, മറ്റേ ഇഞ്ചിയും മഞ്ഞപ്പൊടിയും മിക്സ്. വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലുണ്ടാക്കി, പക്ഷെ അത് കേടാവും. ഹൈ ഗായ്സ്, ഇന്ന് 2ാം ദിവസം പുറത്തോടണേ. കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഇതുവരെ വയറൊന്നും കൊളുത്തി പിടിച്ചിട്ടില്ല. പക്ഷെ കാല് വേനയുണ്ട്. അത് മിക്കവാറും ഇന്നലെ എക്സസൈസ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാത്ത കാരണമായിരിക്കും. കറക്റ്റ് 2 കിലോമീറ്ററായി. ഞാൻ ഇപ്പോൾ കിങ്സ്റ്റൺ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. കിങ്സ്റ്റണിൽ ഒരു എയർപോർട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം. തോട്ടം കുഴപ്പമില്ല. ഇനി ഒരു 2 കിലോമീറ്റർ കൂടി നിർത്താതെ ഓടും. 2 കിലോമീറ്റർ വെച്ച് ഓടാണ്. ഇന്നത്തെ ഗുഡ് ഡേ ആയിരുന്നു ഗൈസ്. നന്നായി ഓടി. ക്രാംസ് വന്നു വെച്ച് വന്നു, കാലുവേദന വന്നു. 2-3 പ്രാവശ്യം ഗ്രേപ്പ് ബ്രേക്ക് എടുത്തു. നല്ല ഓടി. ബസ് ഗുഡ് ഡേ. എൻ്റെ കൂടെ പഠിച്ച മിക്ക ഫ്രണ്ട്സും നല്ല ഓട്ടക്കാരാട്ടോ. ഞാൻ പട്ടാള സ്കൂളിൽ പഠിച്ചത്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഓടാൻ പറ്റായിരുന്നു. ഞാൻ കാലത്ത് ഓടാൻ പോകാറുണ്ടായിരുന്നു ഇവരുടെ കൂടെയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത്തിരി ജിമ്മിലേക്ക് ഫോക്കസ് ചെയ്തു. ഞാൻ കാർഡിയോ പരിപാടികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. സൈക്ലിങ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓട്ടപ്പരിപാടി ചെയ്യാറില്ല. അത് കഴിഞ്ഞ് കാനഡ എത്തിയിട്ട് എല്ലാം വിട്ടു.
എനിക്ക് ഇന്ന് ഞാൻ ഓടാൻ പോയില്ല കേട്ടോ. എനിക്ക് ഷിൻ ഭയങ്കര സീനാണ്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കോൾഡ് പ്ലഞ്ച് ചെയ്യണത് നല്ലതാണെന്ന് കേട്ടു. ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇതിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 10 ഡിഗ്രിയുടെ താഴെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ അത്ര തണുപ്പ് എന്തായാലും ഉണ്ടാവും. ഞാൻ ഇതുവരെ ഇത്ര തണുപ്പോ ഇതിൽ ഇരുന്നിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. എൻ്റെ കാലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ ഓടാൻ പോയിട്ടിപ്പോൾ 2 ആഴ്ചയായി. ആ ഷിൻ സ്പ്ലിറ്റ്സ് വന്നപ്പോൾ ഇട്ടിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓടാൻ. ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ഈ ആഴ്ച ഓടി എനിക്ക് 500 മീറ്റർ സംതിങ് ഓടാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കാലുവേദന എടുത്ത് തുടങ്ങി. അത് എന്നിട്ട് ഞാൻ ഇന്നൊരു മസാജ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആൾ കാല് മസാജ് ചെയ്ത് തന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക, ഷിന്ന് സ്ട്രെച്ച് ചെയ്യുക, ഓടി തുടങ്ങാൻ പറഞ്ഞു. ഞാൻ 20 ദിവസം ഉള്ളു മാരത്തോണിന്. എനിക്കറിയത്തില്ല ഗൈസ്, എനിക്കറിയത്തില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞു. ഇന്നാണ് മാരത്തോൺ ഡേ, ഫൈനൽ ഡേ. എൻ്റെ പ്രാക്ടീസിനെ കുറിച്ച് പറയാൻ കണക്കായിരുന്നു. ഈ ഒരു മാസം എനിക്ക് മര്യാദയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. കഴിഞ്ഞ മാസം ഒരു ഇഞ്ചറി നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇഞ്ചറി എന്ന് പറയാൻ പറ്റത്തില്ല, ഷിൻ സ്പ്ലിറ്റ്സ് വെച്ച് ഞാൻ ഓടിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴായാലും പെയിനുണ്ട്. ഇന്നത്തെ ഓട്ടം എന്താവോ. ഞാനിതിപ്പോൾ എനിക്ക് ഇത്തിരി ക്രൊസാണ്ടും പാലും കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു 7 മണിയാകുമ്പോൾ പോകണം. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഇലക്ട്രോലൈറ്റ്സൊക്കെ കഴിച്ചിട്ട് കിടക്കണം ഇത്തിരി നേരം കൂടി. എന്നിട്ട് കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ പോകാൻ. ദാറ്റ്സ് ദ പ്ലാൻ. ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 കൈ പിടിക്കാം. ഇപ്പോൾ 1 കഴിക്കാം, പിന്നെ 1 ഓട്ടത്തിന് മുമ്പ് കഴിക്കാം. പിന്നെ എനിക്ക് 2 ദിവസമായിട്ട് നല്ല തലവേദനയുണ്ട്. ഞാനപ്പോൾ ടൈലോണോട് എന്ന് പറഞ്ഞൊരു ഗുളിക കഴിക്കുന്നുണ്ട്. എനിക്ക് എന്താ തലവേദനയുടെ കാരണം എന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ബാക്കിലായിട്ടാണ് പെയിൻ വരുന്നത്. ഗൈസ്, ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. മഴയുണ്ട്, കാണാണ്ടാവോ, മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഓട്ടം കണ്ട കോണുകൾ വെച്ചോണ്ട, ആ കോണിൻ്റെ വഴി കൂടി ഓടണ്ടേ. സിറ്റി ഹാള് ഇതുണ്ട്, അവിടെ റോഡ് അടച്ചു വെച്ചോക്കണേ. അതുകൂടിയാണ് ഓട്ടം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ പോയിട്ട് ബിബ് കളക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. എനിക്ക് ഇത് കിട്ടിയിട്ടോ, ബിബും ടീഷർട്ടും കിട്ടി. ഞാൻ വണ്ടിയിലേക്ക് തിരിച്ചു പോവാൻ. ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട് റേസ് സ്റ്റാർട്ടാവാൻ. എക്സൈറ്റഡ് അല്ല, മൂത്രയ്ക്ക് വേണ്ടിട്ട്. വാഷ്റൂം ഇല്ല അവിടെ? വാഷ്റൂം അവിടെ ഉണ്ട്, അവിടേക്ക് പോവാം. എങ്ങനെയുണ്ട്? അല്ല, ഞാൻ മറ്റേ ടീഷർട്ടിന്റെ മുകളിൽ കൂടെ ഇട്ടു, കാരണം നല്ല മഴയും തണുപ്പുണ്ട്. എങ്ങനെയാവും ഞാൻ ഓടാൻ പോണത്. എൻ്റെ നമ്പർ ഇതാണ് 3211. ഇതാണ് എൻ്റെ നമ്പർ. അത് കണ്ടു, അവിടെ നിന്ന് ഓട്ടം. He grew. Huh? He grew. I know he grew. The halfway cover you practice. No music the entire time. ഓട്ടം തുടങ്ങി 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിഞ്ഞു. ഇത്ര നാൾ വീണ്ടും റണ്ണിങ് തുടങ്ങിയിട്ട് കാലുവേദന ഉണ്ടായിരുന്നില്ലേ, ഇന്ന് കാലുവേദന എടുത്തു. ഞാൻ വ്യൂ കാണിച്ച നല്ല ഭംഗിയുണ്ട് കാണാൻ. നാല് കിലോമീറ്ററായി ഗൈസ്. നല്ല രസമാണ് കാണാൻ. പക്ഷെ എൻ്റെ ഷിന്ന് വേനെടുത്തിട്ട് വയ്യ. ഇത് ജയിലാണ്. ജയിലിൻ്റെ ഈ വഴി കൂടെ നമ്മൾ ഓടണം, ഇതിന് ചുറ്റും ഓടണം. ഞാനൊരു വേറെ ചേട്ടൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൾ വഴി തെറ്റി ഓടി.
ഞാൻ ഓറഞ്ച് കോണിനെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ. ഇടയിൽ പച്ച കോൺ വന്നപ്പോൾ ഞാൻ പച്ച കോണിൻ്റെ വഴി പോയി. ആ വഴിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത ടേൺ എടുത്തു. ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. 12 കിലോമീറ്ററായി. ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഒരു പ്രശ്നം പറ്റിയത് ആ വഴി തെറ്റിയത് മാത്രമാണ്. തേങ്ങ. കാരണം ഞാൻ ഈ ഓടുന്ന പേസിൽ തന്നെയാണ് എല്ലാവരും ഓടണേ. തേങ്ങ. ഞാൻ ഭയങ്കര വീക്കാട്ടോ ഗൈസ്. ഞാൻ നല്ല നിന്നിട്ടില്ലേ. ഞാൻ ഇപ്പം 9.50 പേസ്, ഓൾമോസ്റ്റ് 10 പേസിലോടണേ. വളരെ പതുക്കിയത്. പക്ഷെ ഞാൻ നിന്നിട്ടില്ലേ. കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ ഇത്. അച്ഛൻ്റെ റെക്കോർഡൊക്കെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ റെക്കോർഡിൻ്റെ സമയം ഓൾമോസ്റ്റ് ആയി. ഞാൻ പകുതി കഴിഞ്ഞിട്ടുള്ളൂ. ദൈവമേ. ഇല്ല, ഞാൻ 11 പേസിലോടണേ. കാലൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. മായി നിർത്തിയിട്ട് പോവാൻ തോന്നിയിട്ടില്ല. You did it! Nice work, that's it! ഗൈസ്, മുഖമൊക്കെ ആകെ മൊരി വന്നിരിക്കുക. കംപ്ലീറ്റ് ചെയ്തു ഞാൻ. 2 hours 40 minutes സംതിങ് എടുത്തു. എൻ്റെ ടൈമിങ് ഇതുവരെ അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതാണ് മെഡൽ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിതിനും ബെറ്ററായിട്ട് ഓടായിരുന്നു. എൻ്റെ പേസൊക്കെ പോയി. എനിക്ക് കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ അടിപൊളിയാക്കും. ഞാൻ ഇതോട്ട് തളർത്തില്ല. അടുത്ത വർഷം ഒന്നുകൂടി ഞാൻ ഓടും. ഇതിനേക്കാളും അടിപൊളിയായിട്ട് എന്തായാലും ഞാൻ ടൈം സെറ്റാക്കും. ഇതെൻ്റെ ഫസ്റ്റ് മാരത്തോൺ, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മെഡൽ. നമ്മൾ സ്റ്റാർബക്സിൽ നിർത്തിയ ലാർജ് ഓട്ട് മിൽക്ക് ഷേക്ക് എക്സ്പ്രസ്സോ. എൻ്റെ പോയ എനർജിയൊക്കെ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടും. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും പ്രോസസ്സ് ഇത്ര ടഫാണ്. ഞാനാകെ 1 മാസമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. 2 മാസം എൻ്റെ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ചെയ്ത് അടിപൊളിയായിട്ട് ഞാൻ ഓടി തീർത്തേനെ. ഇനി എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്ത മാരത്തോൺ നമുക്ക് പൊളിക്കാം. 2-3 ഹാഫ് മാരത്തോൺ ഓടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ മാരത്തോൺ ഓടാം. ഓക്കെ, എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.